ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളെ ലൈക്സും കമൻസൊക്കെയാണ് നമുക്ക് ഇനിയും വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു എനർജി തരുന്നത്. അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചേന്. ഇനി ഇതിൽക്കായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അത് 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു നാരങ്ങൻ്റെ നീര് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഫുൾ നാരങ്ങൻ്റെ നീര് എടുക്കണം. നാരങ്ങ നീരിന് പകരമായിട്ട് വേണമെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗറൊക്കെ ചേർത്താൽ തന്നെ മതിയാവും. ഇപ്പം ഞാൻ ഒരു ഫുൾ നാരങ്ങൻ്റെ നീരും ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇതൊരു 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിക്കുകയുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ ചിക്കൻ കടായി ഉണ്ടാക്കാൻ പോണത് ന്യൂട്രിയോൻ്റെ കാസ്റ്റ് അയൺ കുക്കിംഗ് പോട്ടിലാണ്. ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ ഒരു വുഡൻ ലിഡ് വരുന്നുണ്ട് അതിന്. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. പിന്നെ പ്രീ സീസൺഡ് ആണ്. നമുക്ക് ഈ ചട്ടി മയക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഇതിന് ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി എണ്ണയൊക്കെ ഇട്ട് നല്ലോണം അടിപൊളിയാക്കിയിട്ട് നമുക്കിനി യൂസ് ചെയ്യാൻ പാകത്തിലാണ് ഈ ഒരു പാത്രം തരുന്നത്. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഹെവി ബോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഡിഷും ഇതിൽ കുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു വുഡൻ ലിഡ് ഉണ്ടല്ലോ, അതും നല്ല ക്വാളിറ്റി ഉണ്ട്. കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ വിശ്വസിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ലിങ്ക് കൊടുത്തേന്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ 5% ഡിസ്കൗണ്ടിനായിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കോഡും യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസൊന്നും 5% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഈ പാനിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഓയിലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്രയും അവർ സീസൺ ചെയ്തിട്ടാണ് ഈ പാൻ അയച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ്. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റവ് കത്തിച്ച് ന്യൂട്രിയോൻ്റെ കാസ്റ്റ് അയൺ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് വരും കേട്ടോ. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ആദ്യം പൊരിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഓയിലിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ആ ഓയിലിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. ഇതിൽ ചിക്കൻ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ എല്ലാ ചിക്കൻ പീസസും നമുക്ക് ഒരുമിച്ച് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തേനെ. ഇനി ഇത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഹെവി ബോട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ചിക്കൻ എല്ലാ ഭാഗവും മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. വല്ലാതെ അങ്ങോട്ട് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരിവായി കഴിയുമ്പം നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഈ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് നമ്മൾ മസാലയും റെഡിയാക്കാൻ പോണത്. അപ്പോൾ ഇത്രയും ഓയിൽ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ആകെ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ അതിൽ വെച്ചാൽ മതി. ബാക്കി മുഴുവനും നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ആദ്യമായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. ഇതൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ഈ മുളകിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒന്ന് വറുത്തിട്ടെടുക്കാം.
തീ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ഇതാ കളറൊന്ന് മാറി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഞാൻ 20 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല നൈസായിട്ട് മുറിച്ചിക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളിയോ അല്ലെങ്കിൽ 1.5 വലിയ ഉള്ളിയൊക്കെ എടുത്താൽ മതി. പക്ഷേ ചെറിയുള്ളിയാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് വെച്ചിട്ടുണ്ടാക്കുമ്പം. ഞാൻ 2 രീതിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയുള്ളി വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതാ നമുക്ക് ഈ ഉള്ളിയും ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിൻ്റെ കളറൊക്കെ മാറി നല്ലോണം ഒരു മൊരിഞ്ഞ പോലെ ആവാനായിട്ട് തുടങ്ങും. ഞാൻ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ മതിയാവും. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ഫ്രഷായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓയിലിലേക്ക് അതിട്ട് കൊടുക്കണം കേട്ടോ. മുളക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളി ഇടുന്നതിൻ്റെ മുന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഉള്ളി ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഉള്ളിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ച മണക്കം മാറി വരണം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടൊമാറ്റോ കെച്ചപ്പിന് പകരമായിട്ട് വേണമെങ്കിൽ 2 തക്കാളി വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിലിട്ടടിച്ച് ജ്യൂസാക്കി അതും ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മളൊരു ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എക്സ്ട്രാ ആയിട്ട്. കാരണം ടൊമാറ്റോ കെച്ചപ്പിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പിലും കുറച്ച് കുറവായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൽക്കായിട്ട് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലേൻ്റെ ടേസ്റ്റ് ചിക്കനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മസാലയിലുള്ള എരിവും പുളിയും മധുരവും എല്ലാം ചിക്കനിലേക്ക് കിട്ടും. അവസാനമായിട്ട് കാണാൻ കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തതിന്. ഇതങ്ങനെ ഓവർ സ്പൈസി ഒന്നല്ല കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര എരിവൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്താലും മതിയാവും. അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ചപ്പാത്തിൻ്റെ കൂടെ, പൊറാട്ടൻ്റെ കൂടെ, ചോറിന്, പത്തിരിക്ക് ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. അടിപൊളിയാണ്. ആ മസാലക്കൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അതന്നെ മതി, നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. ഞങ്ങളിത് പൊറാട്ടൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കറിവേപ്പിലയും പിന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളി, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്